ഇന്നു നമുക്ക് തെങ്ങുകളെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു തരുന്നു ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്ര മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടി. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് രജിത് ആറ്റിങ്ങൽ. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്നും നിൽക്കുന്ന ഒരു വിളയാണ് തെങ്ങ് എന്ന് പറയുന്നത്. നിരവധി പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യവിളയായും അതോടൊപ്പം തന്നെ നമുക്ക് നിരവധി തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു നാണ്യവിളയായും ഒക്കെ തെങ്ങ് കേരളീയരുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നുണ്ട്. തെങ്ങിനെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ ഏതൊക്കെയാണ്? കീടങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 1 കൊമ്പൻ ചെല്ലി, 2 ചെമ്പൻ ചെല്ലി, 3 മണ്ടരി, 4 വെള്ളീച്ചകൾ, 5 മീലി മൂട്ടകൾ, പിന്നെ ചില പ്രദേശങ്ങളിൽ വേരുതീനിപ്പുഴുക്കൾ, ഓലതീനിപ്പുഴുക്കൾ, ഇതൊക്കെയാണ് പ്രധാന കീടങ്ങൾ തെങ്ങിൻ്റെ. അപ്പോൾ ഈ കൊമ്പൻ ചെല്ലിയും നമ്മുടെ തെങ്ങിനെ ആക്രമിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതായത് ഇത് തൈത്തെങ്ങ് തൊട്ട് വലിയ തെങ്ങുകൾ വരെ ഇതിൻ്റെ ആക്രമണം കാണും. തൈത്തെങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം താവാരണയിൽ തേങ്ങ നട്ട് വരുന്ന നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൈത്തെങ്ങ് നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ അവിടെ ആക്രമണം കാണുന്നുണ്ട്. അങ്ങനെ കാണും. ചില തൈത്തെങ്ങുകളുടെ നാമ്പോല മാത്രം ഉണങ്ങിയിരിക്കും, അത് പിടിച്ചാൽ ഉരുങ്ങിപ്പോരും. അത് ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമാണ്. ആ തേങ്ങയുടെയും അവിടെ നോല തുടങ്ങുന്ന ഭാഗം, കോളർ റീജിയൻ നമ്മൾ പറയാം, കഴുത്ത് ഭാഗം, അവിടെ ഒരു ദ്വാരം കാണും ചെറിയ. ഇതുവഴി തുറന്നവൻ അകത്ത് കയറിയിട്ട് മണ്ട തിന്നുന്നതുകൊണ്ടാണ് ആ നാമ്പോല മാത്രം ഉണങ്ങി നിൽക്കുന്നത്. ഇത് തൈത്തെങ്ങുകൾ കാണുന്നൊരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത തന്നെ നമ്മൾ തെങ്ങ് വാങ്ങിക്കൊണ്ട് നട്ട് കഴിയുമ്പോഴും നമ്മളൊരു 50 തെങ്ങ് അല്ലെങ്കിൽ 10 തെങ്ങ് വാങ്ങി നടുകയാണെങ്കിൽ ഇതിലൊരു 4 എണ്ണത്തിൽ ഈ പ്രശ്നം വീണ്ടും വരും. ഇത് ഇവൻ്റെ ആക്രമണം കൊണ്ടാണ്. പക്ഷേ നോക്കുമ്പം ഇതേ കണക്ക് നാമ്പ് ഉണങ്ങി നിൽക്കും, പക്ഷേ ശ്രദ്ധിക്കില്ല, ഓല ഉണങ്ങി നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് മുള വരും. ഈ വരുന്ന മുള വളഞ്ഞ് തിരിഞ്ഞ് സൈഡിലോട്ടൊക്കെ പോവും, നേരെ വരത്തില്ല. ഈ തിന്ന ഭാഗത്ത് കട്ടിയായിട്ട് പുതിയ വരുന്ന നാമ്പിന് അതുവഴി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതൊരു ലക്ഷണമാണ്. ഇത്രയും കൂടെ വളർന്ന തെങ്ങുകളാണെങ്കിൽ, കൂടുതൽ ഓല വിരിഞ്ഞ് വലുതായി വരുന്ന തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ ഈ കൊമ്പൻ ചെല്ലി ആക്രമിക്കുന്നത് തെങ്ങിൻ്റെ മണ്ടഭാഗത്തെയാണ്. അതായത് നമ്മൾ സ്പിൻഡിൽ റീജിയൻ എന്ന് പറയും. ആ സ്പിൻഡിൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയാത്ത ഓലകളും പകുതി വിരിഞ്ഞ ഓലകളും 3/4 ഭാഗം വിരിഞ്ഞ ഓലകളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നൊരു ഭാഗമുണ്ട് തെങ്ങിന്. വിരിഞ്ഞ ഓലകൾ വിടർന്ന് ചരിഞ്ഞ് നിൽക്കുമ്പോൾ ബാക്കിയുള്ളത് മുകളിലോട്ടായിരിക്കും നിൽക്കണം. ആ നിൽക്കണ അതിൻ്റെ താഴെ ഭാഗത്തുകൂടി ഇപ്പം വന്ന് തുരക്കും. തുരന്നകത്ത് കയറി തിന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ഓലയുടെ ഓല മടലിലായിരിക്കും ദ്വാരം വരിക. അതിനകത്തോട്ട് പോകും തോറും ഓലക്കാലിൻ്റെ ബേസ് അടിഭാഗം, കുറച്ചും കൂടെ അകത്തുള്ള ഓലയാണെങ്കിൽ ഓലക്കാലിൻ്റെ മിഡിൽ ഭാഗം, കുറച്ചും കൂടെ നാമ്പ് ഭാഗമാണെങ്കിൽ അതിൻ്റെ തുമ്പ് ഭാഗം, ഇത്രയും ഭാഗം ഇവൻ തിന്നിരിക്കും. അപ്പോൾ ഈ ഓലകൾ വിരിഞ്ഞു വരുമ്പോൾ ഇത് മുറിച്ചതുപോലെ, വിശറിയുടെ പോലെ മുറിച്ചതുപോലെ നമുക്ക് കാണപ്പെടും. അപ്പോൾ പുറമേയുള്ള ഓലകളുടെ മടൽ ഭാഗത്തായിരിക്കും ദ്വാരം, ഇത്തിരിയും കൂടെ അകത്തുള്ള ഓലകളുടെ ഓലക്കാലിൻ്റെ അടിഭാഗത്തായിരിക്കും വരുന്നത്, കുറച്ചും കൂടെ നടുക്കുള്ള ഓലകളുടെ മധ്യഭാഗത്തായിരിക്കും ഈ വെട്ട് വരുന്നത്, അകത്തുള്ള നാമ്പിൻ്റെ തുമ്പ് ഭാഗത്തായിരിക്കും ഈ വെട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ആക്രമണ ലക്ഷണം. ഇത് ആക്രമണം കഴിഞ്ഞുള്ള ലക്ഷണങ്ങളാണ്. ഈ ആക്രമണം ലക്ഷണം എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സ്പിൻഡിൽ ഭാഗത്ത് ഇവൻ തുരന്ന് ചവച്ച് തുപ്പിയതുപോലെ ഇങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽക്കും നാമ്പ് ഭാഗത്ത്. അത് ഒരു ആക്രമണ ലക്ഷണമാണ്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. ഈ പുറത്തേക്ക് ചവച്ച് തുപ്പിയ പോലെ ഇരിക്കുന്ന സാധനം നനവുള്ളതാണെങ്കിൽ, മഴ സമയത്തല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് നനവുള്ളതാണെങ്കിൽ ഈ വണ്ട് കൊമ്പൻ ചെല്ലി അകത്തുണ്ടാകും. അതിനെ നമുക്കൊരു ചെല്ലിക്കോല ഒരു കമ്പി കൊണ്ട് കുത്തിയെടുത്താൽ കളയാം. ഒരു തെങ്ങിൽ സാധാരണ ഒരു കൊമ്പൻ ചെല്ലിയെ ആക്രമിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ കുത്തിയെടുത്ത് കളയാം. സർ, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആക്രമണം രൂക്ഷമാകുന്നത് ഏത് കാലത്താണ്, ഏത് സമയത്താണത്? സാധാരണഗതിയിൽ എല്ലാ കീടങ്ങളുടെയും ആക്രമണം ഒരു രൂക്ഷമായിട്ട് വരുന്നത് നവംബർ ഡിസംബർ തുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങൾ വരെ. അതായത് മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങി വരുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുകയും അതോടൊപ്പം അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഇവരുടെയൊക്കെ ആക്രമണം കൂടുതലായിട്ടും വരുന്നത്. ഈ കൊമ്പൻ ചെല്ലിയുടെ ഈ ജീവിതചക്രത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. കൊമ്പൻ ചെല്ലിയുടെ ജീവിതചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത് ഒരു കറുത്ത കട്ടിയുള്ള പുറന്തോടോട് കൂടിയ ഒരു വണ്ടാണ്. നമ്മളതിനെ ഷഡ്പദം എന്ന് പറയുന്നെങ്കിൽ, ഷഡ്പദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ കൂടുതലും ചിത്രശലഭങ്ങൾ അതേപോലെയുള്ളതിനെ ഓർമ്മ വരുള്ളൂ. ഇതൊരു ഷഡ്പദ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതിനെ നമ്മൾ വണ്ടുകൾ എന്ന് പറയും. ഈ വണ്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കറുത്ത പുറന്തോടോട് കൂടിയ ഒരു വണ്ടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് പോലെയുള്ള ഒരു കൊമ്പ് അതിൻ്റെ തലഭാഗത്തുണ്ട്. ഇത് മുട്ടയിടുന്നത് സാധാരണ ചാണകക്കുഴികളിൽ, അല്ലെങ്കിൽ കമ്പോസ്റ്റ് പിറ്റുകളിൽ, വളക്കുഴികളിൽ, അല്ലെങ്കിൽ ചെടികളുടെ അവശിഷ്ടങ്ങൾ, ഇലകളൊക്കെ കിടന്ന് കരിയിലകൾ കൂടി കിടന്ന് ചീയുന്ന സ്ഥലങ്ങളും, ഇതുമല്ലെന്നുണ്ടെങ്കിൽ ഈ മറിഞ്ഞു കിടക്കുന്ന തെങ്ങുകളുടെ തടികളിൽ, ഇതിലെല്ലാം ഇവൻ വന്ന് മുട്ടയിടാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇവന് വന്ന് മുട്ടയിടാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. ഒന്ന്, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ ഇവൻ മുട്ടയിടുന്നത് ഞാൻ പറഞ്ഞു ഈ ചാണകക്കുഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇത് ഏകദേശം ഒരു 10-18 ദിവസം കൊണ്ട് ഇവൻ വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ നേരെ എവിടെയാണോ, ഇപ്പോൾ ചാണകത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിനകത്തെ പുഴുക്കൾ, നമ്മൾ കുണ്ടള പുഴു എന്നൊക്കെ നാട്ടിൽ പറയും, ഇത് ആണ് അതിൻ്റെ അടുത്ത
ജീവിതദശ, മുട്ട വിരിഞ്ഞു വരുന്നത് ലാർവ, അല്ലെങ്കിൽ നമ്മളതിനെ ഗ്രബ് എന്ന് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ ഗ്രബ് എന്ന് പറയും. അത് പുഴുക്കളെന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. അതാണ് അടുത്ത ദശ. ചില സമയത്ത് ഇവൻ 6 മാസം വരെയൊക്കെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവൻ ചാണകത്തിൽ തന്നെയാണ് തിന്നുന്നത്, അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങൾ തിന്ന് വളർന്ന് പിന്നെ സമാധി ദശയിലേക്ക് പോകും. ഈ സമാധി ദശ എന്ന് പറഞ്ഞാൽ പ്യൂപ്പ എന്ന് പറയും. ഇത് മണ്ണിൽ തന്നെയാണ് ഇതിൻ്റെ സമാധി ദശ. ഇടയ്ക്കിടയ്ക്ക് ചാണകക്കുഴികൾ ചാണകം ഇളക്കി യുവമാരെ എടുത്ത് വെളിയിൽ കളഞ്ഞാൽ വന്ന് പക്ഷികളൊക്കെ വന്ന് തിന്നുകൊണ്ട് പോകും. കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നോളും. നല്ലൊരു ഫുഡാണ്, നല്ല പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ അവർ വന്ന് കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാണകക്കുഴികളോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടിരുന്നാൽ ഇതിനകത്തുള്ള പുഴുകളൊക്കെ പിറക്കി വെളിയിട്ടാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചാണകത്തിലെ ജീവിതദശ കഴിഞ്ഞ് സമാധി ദശയിലേക്ക് പോവുകയാണ്. ഈ സമാധി ദശ മണ്ണിലാണ്. അത് ഏകദേശം ഒരു 18-25 ദിവസം സമാധി ദശയിൽ പോകും. അതിനകത്ത് വിരിഞ്ഞു വന്നാലും പിന്നെയും ഇവന്മാർ ഒരു 10-25 ദിവസം ആ കൂട്ടിൽ തന്നെ ഇരിക്കും. അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇവർ ബ്രീഡിംഗ് നടക്കും. ഈ മുട്ടയിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺവണ്ട് ഏകദേശം ഒരു 140-150 മുട്ടയിടും. ഈ മുട്ടയിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ചാണകത്തിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് പിറ്റിൽ ഏകദേശം ഒരു 5-15 സെൻറ്റിമീറ്റർ ഉപരിതലത്തിൽ നിന്ന് താഴോട്ടായിരിക്കും. അവരാണ് പിന്നീട് അവിടെ നിന്ന് വളർന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ തെങ്ങിൻ്റെ മണ്ട നോക്കി ഭക്ഷണം കഴിക്കാതെ 1 മാസം വരെയൊക്കെ ജീവിക്കാൻ പറ്റും ഈ കൊമ്പൻ ചെല്ലി. അപ്പോൾ ഇവൻ നേരെ തെങ്ങിൻ്റെ മണ്ട നോക്കി പോകുന്നു, മണ്ടഭാഗം നോക്കി തുറന്ന് കയറുന്നു, പിന്നെ ഇരുന്ന് തിന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നത്. ഈ വണ്ടിന് ഏകദേശം ഒരു 200 ദിവസം വരെയൊക്കെ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഈ കൊമ്പൻ ചെല്ലിയുടെ കാര്യവും എടുക്കുമ്പോൾ എന്തൊക്കെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമുക്ക് 2 കാര്യമാണ്. ഒന്ന് പ്രോഫൈലാക്റ്റിക്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ. 2 ക്യൂറേറ്റീവ്, അതായത് ആക്രമണം വന്നതിന് ശേഷം ഉള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ. 2 രീതിയിലാണ് നമുക്കത് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ബ്രീഡിംഗ് സൈറ്റ് മാനേജ്മെൻറ്റ്, അതായത് ഇത് മുട്ടയിട്ട് പെരുകുന്ന സ്ഥലങ്ങൾ, മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള നിയന്ത്രണം. ചാണകക്കുഴികളിലൊക്കെയാണ് ഇത് മുട്ടയിടുന്നത്. അങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മളിതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. 1 മുട്ടയിടുന്നത് തടയുക, 2 മുട്ടയിടുകയാണെങ്കിൽ അത് വിരിഞ്ഞു വരുന്നതിനെ തടയുക, വിരിഞ്ഞു വരികയാണെങ്കിൽ അത് വളരുന്നതിനെ തടയുക. ഇതിനൊക്കെ നമുക്ക് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ മുട്ടയിടുന്നതിന് തടയാനായിട്ട് നമുക്ക് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ചാണകക്കുഴികൾക്ക് മൂടിയിടുക. ചാണകക്കുഴികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കതിനെ ഒന്നുകിൽ നമുക്ക് ഒരു അടപ്പിടാം, ഇഴയടുക്ക് കുറഞ്ഞ കമ്പി വല കൊണ്ട്, അതായത് ഇവനകത്ത് ഇറങ്ങി മുട്ടയിടാൻ പറ്റാത്ത രീതിയിൽ ഇവനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി വല കൊണ്ട് നമുക്ക് അടപ്പിട്ട് മൂടാം. ചാണകം ഇടുന്ന സമയത്ത് തുറന്നിടുക, അടച്ചു വെക്കുക. അതൊന്ന്. അഥവാ മൂടിയിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചാണകക്കുഴികൾ പെരുവലം, വേപ്പല പോലെയുള്ള ചെടികളും ഇലകളും ഒക്കെ ഇട്ട് വെക്കുക, മൂടുക. പിന്നെ ഇത് കൂടാതെ മെറ്റാറൈസിയം പോലെയുള്ള മിത്രകുമിളുകൾ ചാണകക്കുഴികൾ കലക്കി ഒഴിച്ച് ഇത് പുഴുക്കൾ വളർന്ന് വണ്ടുകളാകുന്നതിനെ തടയുക. ഇതൊക്കെയാണ് നമുക്ക് ബ്രീഡിംഗ് സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് മുട്ടയിട്ട് വംശവർദ്ധനം നടത്തുന്ന മേഖലയിലെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ. അത് കഴിഞ്ഞാൽ തോട്ടത്തിലെ നിയന്ത്രണമാണ്. തോട്ടത്തിലെ നിയന്ത്രണം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ്. ഒന്ന് തൈത്തെങ്ങിനുള്ള നിയന്ത്രണം, ഒന്ന് 5 വർഷത്തിന് മേൽ പ്രായമുള്ള തെങ്ങുകളിലുള്ള നിയന്ത്രണം. തൈത്തെങ്ങിലുള്ള നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമുക്ക് തൈത്തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തൈത്തെങ്ങിൻ്റെ ഓല മടലിന് വീതി കുറവായിരിക്കും. ഓല കവിളിൽ നമുക്ക് തരി രൂപത്തിലുള്ള കീടനാശിനികളും മണലുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നതൊക്കെ വെക്കാനുള്ള സ്ഥലം പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികൾ ഒഴിക്കുക എന്നുള്ളതാണ്. നാമ്പിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അതിൻ്റെ എഫക്റ്റ് അങ്ങനെ നിൽക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമിഡാക്ലോപ്രിഡ് പോലെയുള്ള മരുന്നുകളുണ്ട്. ഇതുകൂടാതെ ചെല്ലികൾ 2 കൊമ്പൻ ചെല്ലിയായാലും ചെമ്പൻ ചെല്ലിയായാലും വളരെ കട്ടിയുള്ള പുറന്തോടുള്ള ജീവികളാണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വീര്യം കൂടിയ കീടനാശിനികളുണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്ന് ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കലക്കി നമുക്ക് നാമ്പ് വഴി ഒഴിക്കാം. ഇത് ക്ലോർപൈറിഫോസ് ആണെങ്കിൽ 2 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ കലക്കി നാമ്പോക്ക് ഓലയ്ക്ക് ചുറ്റുമുള്ള 4-5 ഓലക്കവിളികളിലേക്ക് ഒഴിക്കാം. ഇമിഡാക്ലോപ്രിഡ് അത് നമുക്ക് 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ കലക്കി നാമ്പോലകളിൽ ഒഴിക്കാം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ക്ലോറാൻട്രാനിലിപ്രോൾ, അത് പച്ച ലേബലിലുള്ള, അതായത് പച്ച എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സേഫാണ്, ലേബലിലുള്ള ഒരു കീടനാശിനിയാണ്. അത് വാങ്ങി 3 മില്ലി 10 ലിറ്റർ വെള്ളം അളവിൽ കലക്കി നാമ്പോലയ്ക്ക് അതിന് ചുറ്റുമുള്ള ഓലക്കവിളികളിൽ 4-5 ഓലക്കവിളിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈത്തെങ്ങുകളിൽ ഇതിൻ്റെ ആക്രമണത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. തൈത്തെങ്ങിനെ ചുറ്റും വല കെട്ടി വെക്കുക, നാമ്പോലയ്ക്ക് ചുറ്റും വല കെട്ടി വെക്കുക, വല ഉരുട്ടി ബോളാക്കി ഓലക്കവിളികളിൽ വെക്കുക. ഇതൊക്കെ ഫലപ്രദമായ നിയന്ത്രണ മാർഗ്ഗങ്ങളാണ്. പിന്നെ നമുക്ക് വലിയ തെങ്ങ് 5 വർഷത്തിന് മേളിലുള്ള തെങ്ങുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലീഫാക്സിൽ ഫില്ലിങ് എന്ന ഓലക്കവിളുകളിൽ നമുക്ക് തരി രൂപത്തിലുള്ള കീടനാശിനികൾ മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ വെക്കാം. അതേപോലെ ചെല്ലിക്കോൽ ഉപയോഗിച്ച് ആക്രമണം ഉണ്ട്, ഈ വണ്ട് ജീവനോടെ അകത്തുണ്ടെങ്കിൽ അവനെ ചെല്ലിക്കോൽ ഉപയോഗിച്ച് കുത്തിയെടുത്ത് കളയാം. മണ്ട വൃത്തിയാക്കുക, പരിസരം വൃത്തിയാക്കുക. പിന്നെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കീടനാശിനിയുണ്ട്. ഇത് ഒരു 20 ഗ്രാം 200 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ വെച്ച് നമുക്ക് നിയന്ത്രണം സാധ്യമാക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. തൈത്തെങ്ങുകളിൽ പറഞ്ഞ കീടനാശിനികൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇത് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം 2 ആണ്. ഒന്ന്, കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ
ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം വരാനുള്ള സാധ്യതകളെയും നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഈ കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന മുറിവുകളിലൂടെയാണ് പലപ്പോഴും ചെമ്പൻ ചെല്ലി അകത്ത് പ്രവേശിക്കുന്നത്. എന്തെങ്കിലും ഒരു മുറിവ് വേണം അതിനൊന്ന് അകത്ത് പ്രവേശിക്കാൻ. അത് ഒന്നുകിൽ മനുഷ്യനുണ്ടാക്കുന്ന ഓല വെട്ടുമ്പോഴോ തടി വെട്ടുമ്പോഴോ ഉണ്ടാകുന്ന മുറിവാകാം, അല്ലെങ്കിൽ കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന മുറിവാകാം, അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന മുറിവുകളാകാം. ഏതെങ്കിലും രീതിയിൽ അവനകത്ത് കയറും. അവസ്ഥ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. പ്രായമായ തെങ്ങുകളിൽ ഓലക്കൗളുകൾ വഴിയാണ് ചെമ്പൻ ചെല്ലി അകത്ത് കയറുന്നത്. അപ്പോൾ അവിടെയും സംരക്ഷണം വേണം അല്ലേ? അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മണ്ട വൃത്തിയാക്കൽ. ഇടയ്ക്കിടയ്ക്ക് മണ്ട വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വന്ന് പോണതും വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടണം തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ജീവിതചക്രം നന്നായിട്ട് അറിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഒന്ന്, മുട്ടയിടുന്നിടത്ത്, അതായത് ബ്രീഡിംഗ് സൈറ്റ് എന്നാണ് പറയുന്നത്. മുട്ടയിടുന്നിടത്ത് നിയന്ത്രിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നേരെ തെങ്ങിലാണ് വരുന്നത്. അപ്പം തോട്ടങ്ങളിലെ നിയന്ത്രണം, ഈ 2 നിയന്ത്രണമാണ് നമുക്ക് ഇതിന് പ്രധാനമായിട്ട് ഉള്ളത്. നമ്മൾ ഒരു 2-2.5 മാസം കൂടുമ്പോൾ തരി രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനികൾ മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആക്രമണം നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വീണ്ടും ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇവൻ വന്ന് തുരക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു തെങ്ങിനെ ഈ കീടം ബാധിച്ചു, അപ്പോൾ നമ്മൾ ആ കർഷകർ സ്വയം അവർ നിയന്ത്രണ മാർഗം അനുവർത്തിക്കുന്നതാണോ, അതോ നമ്മളൊരു ഏരിയ ബേസ് ചെയ്ത് കേര കർഷകർ ഒരുമിച്ച് ഈ നിയന്ത്രണ സംവിധാനങ്ങൾ ചെയ്യുന്നതാണോ ഫലപ്രദം? അതേക്കുറിച്ച് പറയാമോ? എഫക്റ്റീവായിട്ടുള്ള മാർഗം ഒരു കർമ്മസേന, കേര സംരക്ഷണ സേന ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയാൽ അവർ കൃത്യമായിട്ട് 2 മാസം കൂടുമ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻ പ്രൊട്ടക്ഷൻ വർക്കുകൾ അല്ലെങ്കിൽ സസ്യ സംരക്ഷണ പ്രവൃത്തികൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ രോഗകീടങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. സമയബന്ധിതമായ മരുന്ന് പ്രയോഗവും അതേപോലെ മറ്റു മാർഗങ്ങളും അത് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ മണ്ട ചെയ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറൽ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പരിപാലന മുറകൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ സാർ, താങ്കൾ ഈ പരിപാടിയിൽ വന്ന് കൊമ്പൻ ചില്ലിയുടെ ആക്രമണത്തെക്കുറിച്ചും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. നന്ദി.